ഇനി നമ്മൾ അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് കടക്കുകയാണ്. അവിടെ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് വിരാമമായേക്കും എന്ന ശുഭസൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അമേരിക്ക തയ്യാറാക്കിയ 28 നിർദ്ദേശങ്ങൾ ഉള്ള സമാധാന കരാർ യുക്രൈൻ അംഗീകരിച്ചേക്കും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്. കരാറിൽ കൂടുതൽ ചർച്ചകൾക്കായി റഷ്യയിലേക്കും യുക്രൈനിലേക്കും ട്രംപ് പ്രതിനിധികളെ അയക്കും. കരാർ റഷ്യയ്ക്ക് അനുകൂലം എന്നാണ് യുക്രൈനിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഉയരുന്നത്. അതേസമയം വ്ളാഡിമിർ സെലൻസ്കി ഡൊണാൾഡ് ട്രംപിനെ വൈറ്റ് ഹൗസിൽ കാണുമെന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. Under our leadership, we passed the largest tax cuts in history, the largest spending cuts in history, the largest regulation cuts in history, and we have fully secured our southern border. I've also ended 8 wars in 9 months, and we're working on that final war. It's not easy, but I don't know. I think we're going to get there. 25,000 soldiers, Ukraine, Russia. In the last month, 25,000 soldiers have died. So I think we're getting very close to a deal. We'll find out. I thought that one would have been gone quicker. We did 8. I thought that would have been an easier one, but I think we're making progress. In less than 1 year, we've accomplished more than most other administrations have accomplished in 8 years. And this is a very special Thanksgiving. We thank God for His many blessings and the great success that this country has seen in the short period of time. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അഭിലാഷ് രാധാകൃഷ്ണൻ ആണ് ചേരുന്നത്. അഭിലാഷ്, 28 നിർദ്ദേശങ്ങൾ ആണ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നേരത്തെ പലതവണ റഷ്യൻ പ്രസിഡന്റുമായും അതോടൊപ്പം തന്നെ വ്ളാഡിമിർ സെലൻസ്കിയുമായും ഒക്കെ ട്രംപ് ആശയവിനിമയം നടത്തിയിരുന്നുവെങ്കിലും സെലൻസ്കി ഉടക്കി നിൽക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ട്രംപ് റഷ്യയ്ക്ക് അനുകൂലമാകുന്ന ഫോർമുലയാണ് തയ്യാറാക്കുന്നത് എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആക്ഷേപം. ചില ചർച്ചകളിൽ, ഉഭയകക്ഷി ചർച്ചകളിൽ പരസ്യമായൊരു വാഗ്വാദത്തിലേക്ക് പോലും ഇവർ പോയൊരു സാഹചര്യമുണ്ട്. അതിൽ നിന്നൊക്കെ സാഹചര്യം മാറുന്നു. കരാറിലേക്ക് ഏതാണ്ട് പൊരുത്തപ്പെടുകയാണ് യുക്രൈൻ എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഇനി അധികം താമസിയാതെ തന്നെ വെടിനിർത്തൽ എന്നത് പ്രാബല്യത്തിലേക്ക് വരും. യുദ്ധം അവസാനിക്കുമെന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, തീർച്ചയായിട്ടും യുദ്ധം അവസാനിക്കാൻ പോകുന്നു. 3 വർഷത്തിലധികമായി നീണ്ടു നിൽക്കുന്ന യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അമേരിക്ക തയ്യാറാക്കിയ സമാധാന കരാർ യുക്രൈൻ അംഗീകരിക്കാൻ തയ്യാറെടുക്കുന്നു, അല്ലെങ്കിൽ അതിന് സമ്മതം മൂളിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. വ്ളാഡിമിർ സെലൻസ്കി ഉടൻ തന്നെ വരുന്ന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ വൈറ്റ് ഹൗസിലെത്തി ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് കാണും. അവരുമായി സംസാരിക്കും, പരസ്പരം ചർച്ചകൾ ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, അമേരിക്കയുടെ പ്രതിനിധികൾ റഷ്യയിലും യുക്രൈനിലും പോയി നേതാക്കളെ കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഈ യുദ്ധം എന്തിനാണ് തുടങ്ങിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യുക്രൈന് നാറ്റോയിൽ ചേരാനുള്ള താല്പര്യം അവർ പണ്ടുതൊട്ട് പറയുന്നതാണ്. അതിന് കൂടുതൽ ജോ ബൈഡനുമായി ചേർന്നുകൊണ്ട് ആ ഒരു നീക്കത്തിലേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് റഷ്യ അതിൽ ഉടക്ക വയ്ക്കുന്നതും പിന്നീട് റഷ്യയും യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നത്. എന്നാൽ ഈ സമാധാന കരാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് റഷ്യയ്ക്ക് അനുകൂലമായിട്ടുള്ളതാണ്. യുക്രൈനെ ഒരിക്കലും നാറ്റോയിൽ ചേർക്കില്ല എന്നുള്ള ഒരു പോയിന്റ് അതിൽ ചേർത്തിരിക്കുന്നു. നാറ്റോയുടെ ആർമി സഖ്യം ഒരു തരത്തിലും യുക്രൈൻ ഒരു താവളമാക്കി ഉപയോഗിക്കില്ല എന്നുള്ളൊരു പോയിന്റ് കൂടി ഈ സമാധാന കരാറിലുണ്ട്. അങ്ങനെയാണെങ്കിൽ യുക്രൈൻ ഇത്രയും നാൾ യുദ്ധം ചെയ്തത്, പടവെട്ടിയതെല്ലാം വെറുതെയാകുമെന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിന് യുക്രൈൻ്റെ ഭാഗത്തു നിന്ന് തന്നെ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ഈ സമാധാന കരാർ റഷ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമാധാന കരാറാണ് അമേരിക്ക തയ്യാറാക്കുന്നെന്നുള്ള ആരോപണങ്ങൾക്ക് കാമ്പുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, യുക്രൈൻ്റെ സൈനിക ശേഷി അത് 6 ലക്ഷത്തിൽ ഒതുക്കണം, ലിമിറ്റ് ചെയ്യണമെന്നുള്ള ചില കരാറുണ്ട്. അതുപോലെ റഷ്യയെ ഒരു യുദ്ധക്കുറ്റവാളി എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള ചില പരാമർശങ്ങൾ അതിൽ ഈ സമാധാന കരാറിലുണ്ട്. മാത്രമല്ല, അമേരിക്കയും റഷ്യയും തമ്മിൽ കൂടുതൽ റെയർ എർത്ത് മെറ്റൽസിലടക്കം, അതായത് റഷ്യയും ചൈനയുമായിട്ട് ഇപ്പോൾ അമേരിക്കയും ചൈനയുമായി ഏറ്റവും കൂടുതൽ പ്രശ്നം നടക്കുന്നത് റെയർ എർത്ത് മെറ്റൽസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലാണ്. അതിന് ചൈനയ്ക്ക് പകരം റഷ്യയെ തങ്ങളുടെ ഒരു സ്രോതസ്സാക്കി മാറ്റാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക റഷ്യയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ തയ്യാറെടുക്കുന്നു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെ അമേരിക്കയ്ക്ക് അനുകൂലമായി ചില തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആണ് ഇത്തരത്തിലൊരു സമാധാന കരാർ രൂപീകരിക്കുന്നത്
വയ്ക്കുന്നത് എന്നുള്ളതാണ് യുക്രൈനിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അല്ലെങ്കിൽ വിമർശനം. എന്നാൽ ആ വിമർശനങ്ങൾ നിലനിൽക്കെ തന്നെ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ഈ സമാധാന കരാർ അംഗീകരിക്കുന്നു എന്നുള്ളത് അത് എന്തുകൊണ്ടാണ്, അതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്താണ് എന്നുള്ളതൊക്കെ ഒരുപക്ഷെ വ്ളോഡിമിർ സെലൻസ്കി തന്നെ മാധ്യമങ്ങളോട് ജനങ്ങളോട് വിശദീകരിക്കും. എന്തായാലും ഈ സാഹചര്യത്തിൽ റഷ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് അമേരിക്ക എത്തുന്നു എന്നുള്ളതാണ്. റഷ്യയ്ക്ക് ഈ സമാധാന കരാർ വായിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ എല്ലാം റഷ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത്. റഷ്യ ഇപ്പോൾ പിടിച്ചെടുത്ത യുക്രൈനിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ റഷ്യ പിടിച്ചെടുത്തു. അതിൽ കുറച്ച് ഭാഗം വിട്ടുകൊടുക്കേണ്ടി വരും എന്നുള്ളതൊഴിച്ചാൽ റഷ്യയെ സംബന്ധിച്ച് വലിയ വിജയമാണ് G8 നാഷൻസിൽ. അതായത് 2014 റഷ്യ ക്രിമിയയെ തങ്ങളുടെ ഭൂപടത്തിലേക്ക് ചേർക്കുമ്പോൾ G8 നാഷൻസ് ഉണ്ടായിരുന്നു. അതിൽ 8ാമത്തെ അമേരിക്ക അടക്കമുള്ള അമേരിക്ക, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളുള്ള കൂട്ടായ്മയാണ് G18. അതിൽ റഷ്യയെ പുറത്താക്കിയിരുന്നു ക്രിമിയയെ കൂട്ടിച്ചേർത്തതിൽ. എന്നാൽ ഇത്തവണ ഈ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് അതിൻ്റെ സമാധാന കരാറിലേക്ക് വരുമ്പോൾ വീണ്ടും റഷ്യയ്ക്ക് G8ലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യതകൾ തുറന്നു വയ്ക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും റഷ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് എത്തുമ്പോൾ വ്ളോഡിമിർ സെലൻസ്കിയുടെ നിലപാട് രാജ്യത്തിനകത്തും അതുപോലെ അന്താരാഷ്ട്ര ഇതിലും വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുമെന്നുള്ളത് ഉറപ്പാണ്. തീർച്ചയായും. എന്തായാലും അഭിലാഷ് സൂചിപ്പിക്കുന്ന പോലെ കാര്യങ്ങൾ ശുഭകരമാണ്. അപ്പോഴും 3 വർഷമായി തുടരുന്ന ഈ യുദ്ധത്തിന് ഒരു തീവ്രതയും കുറഞ്ഞിട്ടില്ല എന്നാണ്. ഈ സമാധാന ചർച്ചകൾ നടക്കുന്ന പുലരിയിൽ പോലും വലിയ തോതിലുള്ള ഷെല്ലാക്രമണം റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. യുക്രൈനിൽ 7 പേർ ആ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സമാധാന ചർച്ചകളിൽ വലിയ പുരോഗതിയും കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. മറ്റൊരു